വള്ളികുന്നം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ചതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് സെക്രട്ടറിയെ ഉപരോധിച്ചത്. വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ചതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. വള്ളികുന്നം വാളാച്ചാൽ വാർഡിലെ 75ഓളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളിൽ 40 തൊഴിലാളികളെയാണ് മസ്റ്റർ റോൾ അടിക്കാതെ ജോലിയിൽ നിന്നും ഒഴിവാക്കിയത്. CPM കഴിഞ്ഞ 10-ാം തീയതി സംഘടിപ്പിച്ച വള്ളികുന്നം പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിൽ പങ്കെടുത്തില്ല എന്ന് ആരോപിച്ചാണ് ഈ നടപടിയെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. തൊഴിലാളികൾക്ക് കൃത്യമായി തൊഴിൽ കൊടുക്കുക, കൂലി വർധനവ് നടത്തുക തുടങ്ങിയ നിരവധിയായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ സമരം നടത്തിയതെങ്കിൽ ഇപ്പോൾ അതേ സമരം നടത്തിയ നേതാക്കന്മാരുടെ വാർഡുകളിൽ തന്നെ തൊഴിൽ നിഷേധമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ആ തൊഴിലുറപ്പ് സമരത്തിൽ പങ്കെടുക്കാത്ത വാളാച്ചാൽ വാർഡിലെ 45ഓളം തൊഴിലാളികൾക്ക് മസ്റ്റർ റോൾ അടിച്ചു കൊടുക്കാതെ തൊഴിൽ നിഷേധം നടത്തിയ കാടത്തപരമായ നീതികേടായ നടപടിയാണ് ഈ പഞ്ചായത്ത് നടത്തിയിട്ടുള്ളതെന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ടതാണ്, ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടു. വള്ളികുന്നം പഞ്ചായത്തിന്റെ പോസ്റ്റ് ഓഫീസ് പടിക്കൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇവിടെ കഴിഞ്ഞ ദിവസം ധർണ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എല്ലാ വാർഡുകളിൽ നിന്നുമുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലൊരു ധർണ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം നടത്തിയത്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം തൊഴിലാളികളെ അവരെ വിരട്ടി അവരുടെ കയ്യിൽ നിന്നും ഓരോ തൊഴിലാളികളുടെ കയ്യിൽ നിന്നും 20 രൂപ സമാഹരിച്ചുകൊണ്ടാണ് വള്ളികുന്നം പഞ്ചായത്തിൻ്റെ വിവിധ 18 വാർഡുകളിൽ നിന്നുമുള്ള തൊഴിലാളികളെ ഈ സമരത്തിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലുള്ള സമീപനത്തിൽ നിന്നും ഞങ്ങളാരും അതിനൊന്നും പിന്നോട്ടല്ല. തൊഴിലാളികളുടെ ഏത് അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി എക്കാലത്തും ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ഇതൊക്കെ തന്നെ. അത് INTUC ആയാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായാലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള സമരങ്ങളിലൂടെ തന്നെയാണ് അവരുടെ തൊഴിലാളികളുടെ അവകാശങ്ങളൊക്കെ നേടിയെടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ നടന്ന സംഭവത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. 15-ാം വാർഡിലെ ഏതാണ്ട് 45ഓളം വരുന്ന തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ നിഷേധിച്ചുകൊണ്ടാണ്, അതായത് ഈ സമരത്തിൽ പങ്കെടുത്തില്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഈ 45ഓളം വരുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ചുകൊണ്ട് ഇവിടെ മസ്റ്റർ റോൾ അടിക്കുകയും അവരെ പണിക്കിറക്കാതിരിക്കുകയും ചെയ്ത സംഭവം. ആ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ അതിന് പ്രത്യേകമായ ആക്ടുണ്ട്, പ്രത്യേകമായ നിയമ ഭേദഗതികളുണ്ട്. ആ നിയമ ഭേദഗതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് ഈ രാജ്യത്ത് നടപ്പാക്കിയത്. ഒരു സമരത്തിന് ഞങ്ങൾ പോകാറില്ല, അതുകൊണ്ട് ഞങ്ങൾ ആ സമരത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ട് ഇന്നലെ ഞങ്ങൾക്ക് തൊഴിലുറപ്പ് ഇത് വെച്ചപ്പോൾ ഞങ്ങളുടെ മക്കളും നേരത്തെ ഞങ്ങളുടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിനെതിരെയാണ് കോൺഗ്രസ് മെമ്പർമാർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ സെക്രട്ടറിയെ ഉപരോധിച്ചത്. കോൺഗ്രസ് വള്ളികുന്നം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. തുടർന്ന് സെക്രട്ടറി തൊഴിലുറപ്പിന് വാർഡിന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥയെ വിളിച്ചു വരുത്തി രേഖകൾ പരിശോധിച്ചു. ഇത്തരത്തിൽ തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിച്ച മേറ്റിനെതിരെ നടപടി സ്വീകരിക്കും എന്ന ഉറപ്പിന്മേലാണ് ഉപരോധം അവസാനിച്ചത്. സമരത്തിന് കോൺഗ്രസ് പടിഞ്ഞാറ് മണ്ഡലം പ്രസിഡന്റ് G. രാജീവ് കുമാർ, DCC ജനറൽ സെക്രട്ടറി B. രാജലക്ഷ്മി, കോൺഗ്രസ് കിഴക്ക് മണ്ഡലം പ്രസിഡന്റ് P. പ്രകാശ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചൂനാട്ടു വിജയൻപിള്ള, K. ഗോപി, അർച്ചന പ്രകാശ്, രാധാകൃഷ്ണപിള്ള ഇലഞ്ഞിക്കൽ, യൂസഫ് വട്ടക്കാട്, സുലൈമാൻ ഉണ്ടൻവിള, രാമചന്ദ്രൻ പിള്ള പ്രശാന്തി, C. അനിത തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, ചാരുമൂട്.